പലസ്തീൻ ജനതയ്ക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡറായ അബ്ദുള്ള അബു ഷാവേഷിനോടാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ പിന്തുണ അറിയിച്ചത്. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി സുലേഖ ചേരുകയാണ്. സുലേഖ, ഒരുപക്ഷെ പലസ്തീനെതിരായ ഇസ്രായേലിന്റെ കടന്നാക്രമണം രൂക്ഷമാകുമ്പോൾ ഇന്ത്യയിൽ ആദ്യം തന്നെ അതിനെതിരെ വലിയ പ്രതിഷേധം തീർത്ത സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. പലസ്തീനോട് പല ഘട്ടങ്ങളിലും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ തന്നെ, മുഖ്യമന്ത്രി തന്നെ നിലപാട് പല ഘട്ടങ്ങളിലും വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ തിരുവനന്തപുരത്ത് മീഡിയ അക്കാദമി സംഘടിപ്പിക്കുന്ന സെമിനാറിൻ്റെ ഭാഗമായിട്ടാണ് പലസ്തീൻ അംബാസഡർ എത്തിയത്. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ കൂടിക്കാഴ്ച നടന്നു. എന്താണ് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ പലസ്തീനെ തന്നെയുള്ള ആദ്യഘട്ടത്തിൽ തന്നെ പലസ്തീനെ പിന്തുണ അറിയിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ പലസ്തീൻ ജനതയ്ക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്കാണ് ഇത്തരത്തിൽ നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലെത്തി പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷിനോട് മുഖ്യമന്ത്രി കാര്യങ്ങളൊക്കെ തന്നെ ഐക്യദാർഢ്യം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ മീഡിയ അക്കാദമിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് പലസ്തീനിലെ ഇന്ത്യൻ അംബാസിഡർ കേരളത്തിലെത്തിയത്. ഈ ഒരു സംഭവത്തെ തുടർന്നാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കാണുകയും പലസ്തീൻ വിഷയങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. കേരളം നിന്നും പലസ്തീൻ ജനതയ്ക്കൊപ്പമാണെന്നും അതിനൊപ്പം തന്നെ US പിന്തുണയോടെ എല്ലാ അന്താരാഷ്ട്ര കൺവെൻഷനുകളും അട്ടിമറിച്ചാണ് പലസ്തീന്റെ ജനാധിപത്യ അവകാശങ്ങൾ ഇസ്രയേൽ നിഷേധിച്ചു പോരുന്നത്. ഈ പലസ്തീൻ ജനതയുടെ സ്വയം നിർണയാവകാശത്തിനൊപ്പമാണ് കേരളമെന്നും UN പ്രമേയത്തിനനുസൃതമായി കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കിയിട്ടുള്ള പലസ്തീൻ രാഷ്ട്രം സാധ്യമാക്കുകയും പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്യാൻ ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര സമൂഹവും അടിയന്തരമായി പ്രവർത്തിക്കണമെന്നത് നിലപാട് ഇത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതുമാണ് LDF. അത് ഇന്ന് മുഖ്യമന്ത്രി പലസ്തീനിലെ ഇന്ത്യൻ അംബാസിഡറും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തിന്റെ പിന്തുണ അത് വലിയ ആശ്വാസമാണ് തങ്ങൾക്കെന്നും ലോകമെമ്പാടും ഇത്തരത്തിൽ പലസ്തീൻ ജനതയ്ക്കൊപ്പം നിലനിൽക്കണം എന്നതാണ് തങ്ങളുടെ ആഗ്രഹം എന്നതാണ് പലസ്തീനിലെ ഇന്ത്യൻ അംബാസിഡർ ഇന്ന് മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കേരളം അത് പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ്, വംശഹത്യ നേരിടുന്ന പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി എന്ന പലസ്തീൻ അംബാസിഡറോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി, സുലേഖയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി. പലസ്തീനുള്ള ഐക്യദാർഢ്യം മുഖ്യമന്ത്രി പലസ്തീൻ അംബാസിഡറെ അറിയിക്കുകയും ചെയ്തു. സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.